ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച IPL പുനരാരംഭിക്കുന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും. BCCI ചേരുന്ന ഗവർണിംഗ് കൗൺസിൽ യോഗത്തിലായിരിക്കും തീരുമാനം. മത്സരങ്ങളുടെ പുതുക്കിയ തീയതികൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് വ്യാഴാഴ്ച പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ഉപേക്ഷിച്ചിരുന്നു. കാണികളുടെയും താരങ്ങളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് മത്സരം ഉപേക്ഷിച്ചത്. ഇരു ടീമുകളുടെയും താരങ്ങളെ പ്രത്യേക ട്രെയിനിൽ ഡൽഹിയിലെത്തിച്ചു. ഇതിന് പിന്നാലെ സംഘർഷം ശക്തമായ സാഹചര്യത്തിലാണ് ഒരാഴ്ചത്തേക്ക് IPL മത്സരങ്ങൾ മാറ്റിവെച്ചതായി BCCI വൈസ് പ്രസിഡന്റ് രാജേഷ് ശുക്ല അറിയിച്ചത്. सरकार से विचार विमर्श करके जो हमारे स्टेक होल्डर्स हैं, फ्रेंचाइजी और ब्रॉडकास्टर, इन सबसे बात करके नए शेड्यूल की घोषणा की जाएगी. सुरक्षा की बात है तो हमें भारतीय सेना पे गर्व है और BCCI पूरी तरह से दृढ़ता के साथ सरकार और सेना के साथ खड़ी हुई. മത്സരങ്ങൾ മാറ്റിവെച്ചതോടെ വിദേശ താരങ്ങൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി. ഇന്നലെ ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ശേഷിക്കുന്ന IPL മത്സരങ്ങളിൽ ഇന്ന് ചേരുന്ന BCCI ഗവർണിംഗ് കൗൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് രാജേഷ് ശുക്ല പറഞ്ഞു. So now there is a new development and ceasefire has taken place. So war is stopped. Now we'll have to take. That's why we are, postponed it for a week or so. Now in new situation, our BCCI office bearers, officials and IPL governing council. So they will discuss the matter tomorrow and we'll take a call and you will see which can be the best schedule to complete the tournament. So all those decisions will be discussed and will be taken shortly. ധരംശാല ഒഴികെയുള്ള എല്ലാ വേദികളിലും മത്സരങ്ങൾ നടത്തുമെന്നാണ് സൂചന. അതേസമയം വിദേശ താരങ്ങൾ മടങ്ങിയത് IPL ഫ്രാഞ്ചൈസികൾക്ക് തലവേദനയാണ്. IPL പുനരാരംഭിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടുമെന്ന് അരുൺ ധുമാൽ പറഞ്ഞു. ലീഗിൽ 12 സ്റ്റേജ് മത്സരങ്ങളും 4 പ്ലേ ഓഫ് മത്സരങ്ങൾ ഉൾപ്പെടെ 16 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.